അടിയുള്ളൂ. നാട്ടിപ്പുറം നാട്ടുകാരടിക്കും, കൂട്ടുകാരടിക്കും, ചന്തക്കാരടിക്കും. പക്ഷെ അടി കിട്ടാതെ ഏത് തോന്നുന്ന വർത്തമാനവും പറയാൻ പറ്റുന്ന സ്ഥലം ഏതാ? ബലൂണ് കാറ്റ് നിറച്ചിട്ട് കാറ്റഴിച്ചു വിട്ട ബലൂൺ കണ്ടുണ്ടോ? അതുപോലെ എല്ലാ പുരുഷന്മാരും. പക്ഷെ സഹോദരിമാർ അങ്ങനല്ല. അവർ ഇരുമ്പ് കല്ല് പോലെ കയറി വരും. ഈ പ്രാക്ടിക്കൽ നോളജ് കൂടുതലും പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കാണെന്ന് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോഴും ഒത്തിരി തെളിവുകളുണ്ട്. അപ്പൊ ഈ സഭയിലെ സഹോദരിമാർ ഗെറ്റ് റെഡി. ഈ പട്ടണത്തെ യേശുവിന് വേണ്ടി നേടാൻ ഈ ദൈവസഭയിലെ സഹോദരിമാർ തയ്യാറായിക്കോണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതിന് ഞാൻ പലപ്പോഴും പറയുന്നതിന്റെ കാരണം, പുരുഷനെ ദൈവം ഉണ്ടാക്കിയത് മണ്ണുകൊണ്ടാണ്, അല്ലേ? ഇനി ഇവന് എത്ര കരിങ്കല്ല് പോലെ തോന്നിയാലും കുറെ വെള്ളം ഒഴിച്ചാൽ, പക്ഷെ സ്ത്രീയെ ഉണ്ടാക്കിയതോ ഇനി വെള്ളം ഒഴിക്കുകയല്ല, തീയിലിട്ട് വേവിച്ചാലും കട്ടി കൂടുകയല്ലാതെ കട്ടി കുറയോ? പ്ലീസ് കം ഓൺ ചർച്ച്. ഇന്ന് ഉയർപ്പിൻ ദിവസമെങ്കിലും സത്യം പറഞ്ഞേ. യേശു അപ്പച്ചൻ ഉയർത്തെഴുന്നേറ്റ ദിവസമെങ്കിലും സത്യം പറ. സത്യമാണോ അല്ലയോ? ഞാൻ അവിടുത്തെ സഹോദരിമാരെങ്കിലും തുള്ളിച്ചാടുന്ന വിചാരിച്ചേ. സ്തോത്രം, 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 സ്തോത്രം. ഈ 3 സഹോദരിമാര് ഒരു പേടിയുമില്ലാതെ വരുന്നത് വരട്ടെ, കാണാം, പോവാണ്. ഇവർ പോകുന്ന വഴിക്ക് ഇവർ പരസ്പരം പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. അതേ സെയിം വാക്കുകൾ ഞാനും നിങ്ങളും പലപ്പോഴും പറയുന്നവരാ. ഇന്നും ഒരു പക്ഷെ അത് പറഞ്ഞിട്ടായിരിക്കാം ഇവിടെ ചിലർ പള്ളിയിൽ വന്നിരിക്കുന്നത്. അവർ പറഞ്ഞ വാക്കുകൾ ഇതാ: ആര് നമുക്ക് വേണ്ടി. കാരണം ഇവര് മിനിഞ്ഞാന്ന് വീട്ടിൽ വന്നപ്പം ആ വലിയ കല്ല് കണ്ടിട്ടാ വന്നേ. പിടികിട്ടിയോ? ഈ കേവലം കല്ല് മാത്രമല്ല, അന്നത്തെ ഈ ലോകത്തിലുണ്ടായിരുന്ന ഏറ്റവും സ്ട്രോങ് സാമ്രാജ്യത്തിന്റെ സീലും ആ കല്ലിന്മേൽ ഒറ്റയോടെ തൊടാൻ പറ്റത്തില്ല. ഒരു മനുഷ്യനും റീച്ച് ചെയ്യാൻ തൊടാൻ പറ്റത്തില്ല. ഇത് കണ്ടിട്ടാണ് ഈ പാവപ്പെട്ട സഹോദരിമാർ വീട്ടിൽ വന്നേ. ഇത് ഇവർക്കറിയാം. അതുകൊണ്ടാണ് ഇവര് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് പറയാം: ആര് നമുക്ക് വേണ്ടി കല്ലൊന്ന് ഉരുട്ടി മാറ്റും. നമ്മളൊക്കെ ഇതുപോലെ പലപ്പോഴും പറയാറില്ലേ, ആർക്കെന്നെ സഹായിക്കാൻ പറ്റും, ആർക്കെൻ്റെ പ്രഷർ ഒന്ന് പരിഹരിക്കാൻ പറ്റും, ആർക്കെന്നെ ഒന്ന് കേൾക്കാൻ പറ്റും, എൻ്റെ വിഷയത്തിൽ ഡീല് ചെയ്യാൻ ആർക്കാ പറ്റുന്നത്? 2 ക്രോണിക്കൽസ് 19 അധ്യായം വീട്ടിൽ പോയി വായിക്കണമെന്ന്, അത് മറക്കരുത്. യഹോശാഫാത്ത് രാജാവ് 19 അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹോശാഫാത്ത് രാജാവ് 18 അധ്യായത്തിൽ കാണുന്നതുകൊണ്ട് താൻ സ്വസ്ഥനായി. യുദ്ധമെല്ലാം തീർന്നു, കുറെ പണികളൊക്കെ ചെയ്യാം, രാജ്യത്ത് കുറെ നിർമ്മാണ പ്രവർത്തികൾ ചെയ്യാമെന്ന് വിചാരിച്ച് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുമ്പോ 19 അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് കാണുന്നു, താൻ കേൾക്കുന്ന ഒരു വാർത്ത: അമോന്യരും മോവാബ്യരും മെയൂന്യരിൽ ചിലരും ഒരു സഖ്യസേന യഹോശാഫാത്തേ താങ്കൾക്കെതിരെ യുദ്ധത്തിന് വരുന്നു. ഇത് കേട്ട പാടെ ആ ഭാഗം ധ്യാനിച്ചാൽ യഹോശാഫാത്ത് രാജാവ് പേടിച്ചുപോയി. ഞാനും നിങ്ങളും ഒക്കെ പേടിച്ചു പോകുന്ന പോലെ പേടിച്ച യഹോശാഫാത്ത് 12 വാക്യത്തിലേക്ക് വരുമ്പോ ഇങ്ങനെ ദൈവസന്നിധിയിൽ കടന്നു എന്ന് പറയുക: ദൈവമേ, ഈ വലിയ സൈന്യത്തോട് എങ്ങനെ എതിർക്കണമെന്ന് ഐ ഡു നോട്ട് നോ, എനിക്കറിയില്ല.
spoken to you. എനിക്കൊരു കാര്യം അറിയാം, എന്റെ ദൈവത്തിന്റെ മുഖത്തേക്ക് കണ്ണുയർത്താൻ. ഇന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനത്തോട്, ദൈവസഭയോട് ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയുക, നിനക്ക് ഡീല് ചെയ്യുവാൻ കഴിയാത്ത ഏത് വലിയ വിഷയവും നിന്റെ മുമ്പിൽ വരുമ്പോ അത് എങ്ങനെ തരണം ചെയ്യുവാൻ കഴിയാതെ നീ ഭാരപ്പെടുമ്പോൾ, എന്തു ചെയ്യണമെന്നറിയാതെ വഴി കാണാതെ വിഷമിക്കുമ്പോ ദൈവത്തിലേക്ക് കണ്ണുയർത്തണം. മറക്കരുത്. യുദ്ധം ചെയ്യാൻ അറിയത്തില്ലെങ്കിലും പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ മതി. ദൈവമുഖം അന്വേഷിക്കാൻ പഠിച്ചോ, ബസ്, ദാറ്റ്സ് ഇനഫ്. ദാറ്റ്സ് ഇനഫ്. നാളുകളായി പരിശ്രമിച്ചിട്ടും പരിഹരിക്കാൻ കഴിയാത്ത സകല ഇഷ്യൂസും ഇന്ന് പകൽ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ദൈവമുഖത്തേക്ക് കണ്ണുയർത്തിക്കേ. ദൈവ പാദപീഠത്തിൽ മുട്ടുമടക്കിക്കേ. കർത്താവ് വഴി കാണിച്ചു തരും. കർത്താവ് വഴി കാണിച്ചു തരും. കർത്താവ് വഴി കാണിച്ചു തരും. ഉയർപ്പിൻ ദിവസം ദൈവാത്മാവ് ദൈവസഭയോട് പറയുക, എങ്ങനെ മുന്നോട്ട് നടന്ന് കയറണമെന്നറിയാതെ, എങ്ങനെ ഈ വിഷയം ഡീല് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്നവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, അത്യുന്നതനായ ദൈവത്തിന്റെ മുഖത്തേക്ക് കണ്ണുകൾ ഉയർത്തിയാൽ നീ എന്തു ചെയ്യണമെന്നുള്ളത് കർത്താവ് പറഞ്ഞു തരും. Jesus' name, in Jesus' name, in Jesus' name, in Jesus' name. പിന്നീട് നടന്നൊക്കെ നമുക്കറിയാം, യഹോശാഫാത്ത് യുദ്ധം ചെയ്യേണ്ടി വന്നില്ല. പേടിച്ച യഹോശാഫാത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആ പ്രാർത്ഥന ആരാധനയായിട്ട് മാറി. താൻ ഗിറ്റാറൊക്കെ എടുത്ത് വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി. വർഷിപ്പ് ചെയ്ത യഹോശാഫാത്ത് പിന്നെ കാണുന്നത് ദൈവം തമ്പുരാൻ നേരിട്ട് യുദ്ധം ചെയ്ത് ശത്രുവിനെ തോൽപ്പിക്കുന്ന കണ്ടേ. ഹല്ലേലൂയ. ആര് കല്ലുരുട്ടി മാറ്റും? എന്ത് ചെയ്യും? ഇവരവിടെ ചെന്നു. സംഭവിച്ചെന്നാ, കല്ലറയുടെ മുഖത്ത് എന്തില്ല? 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 ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. ആരുരുട്ടി മാറ്റും എന്ന് പറഞ്ഞ കല്ല് ഇപ്പോൾ അവിടെ. അയ്യോ, ഇത്ര സന്തോഷമുള്ളോ? ഞങ്ങളുടെ വടക്കേന്ത്യക്കാരാന്ന് ഇവ തുള്ളി ചാടിയേനെ ഇവിടെ. ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നൃത്തം ചെയ്തേനെ. ഇത്ര സന്തോഷമുള്ളോ? നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്ത പലതും തമ്പുരാൻ ഉരുട്ടി മാറ്റിയില്ലേ? ഈ തമ്പുരാനെ മറക്കാൻ പറ്റുമോ? ഈ കർത്താവിനെ മറക്കാൻ പറ്റുമോ? നിങ്ങളുടെ കഴിവുകൊണ്ടാണ് അത് ഉരുണ്ട് മാറിയേ. സ്തോത്രം. അടുത്തത്, ഇതെങ്ങനെ ഈ കല്ലുരുണ്ട് മാറിയേ? ദൈവത്തിന്റെ ദൂതൻ വന്ന്, എന്നിട്ട് ഈ ദൂതൻ പോയോ? ദൂതൻ ആ കല്ലേ കയറി. ഇപ്പൊ ഞാന് ധ്യാനിച്ചപ്പോ എനിക്ക് പിടികിട്ടത്, ആ ഭാഗം മുഴുവൻ പഠിക്കുമ്പോൾ അറിയാം, യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് ഒരു കള്ളക്കഥയാക്കി അന്ന് ദേശം ഭരിച്ചവരുൾപ്പെടെ പണം കൊടുത്ത് പ്രചരിപ്പിക്കുമ്പോ ദൈവത്തിന് ഇക്കാര്യം അറിയാമായിരുന്നു. അപ്പൊ ദൈവം ദൂതനെ കല്ലുരുട്ടി മാറ്റാൻ അയച്ചപ്പോ ദൂതനോട് പറഞ്ഞു, പെട്ടെന്ന് പോരല്ലേ, നീ ദൗത്യം നിർവഹിച്ച് അതിനെ മേളിൽ കയറി ഇരുന്നോണം, അല്ലെങ്കിൽ സത്യത്തെ കള്ളമാക്കുന്നവരുണ്ടല്ലോ തിരിച്ചുരുട്ടി വെച്ചിട്ട് പറയും യേശുവിന്റെ ശരീരം അകത്തുണ്ട്, ആരോ അകത്ത് കയറിപ്പോലെന്ന്. പിടികിട്ടിയില്ലേ? സന്തോഷമൊന്നുമില്ലേ? സന്തോഷമില്ലേ? യേശു ഉയർത്തേറ്റങ്ങ് പോയി. പക്ഷെ ഇവരെന്ത് പ്രചരിപ്പിക്കും? കാരണം അന്ന് മുതലേ സത്യത്തെ അസത്യമാക്കുന്ന PR വർക്ക് കൊണ്ട് സാമച്ചായ. ഇന്ന് നമ്മെ ഭരിക്കുന്ന പലരും, അല്ലെ നമ്മുടെ പല ലീഡേഴ്സും പലരും പൂച്ചയെ പിടിച്ചിട്ട് പറയും ഇത് പട്ടിയാണെന്ന് പറയാം. കേൾവിക്കാരെല്ലാം പറയും യെസ് സർ പട്ടിയാ. പക്ഷെ നമുക്കറിയാം ഇത് പൂച്ചയാണെന്ന്. പക്ഷെ പറയുന്നത് എന്താ? ഹലോ, സത്യമാണോ? സത്യമാണോ?
ഇത് പണ്ടേ തുടങ്ങി, ഇന്ന് തുടങ്ങിയതല്ല കേട്ടോ. അപ്പൊ ഇന്നുള്ള ആൾക്കാരെ നമ്മൾ ചീത്ത വിളിക്കൊന്നും വേണ്ട. ഇത് പണ്ടേ ഉണ്ട്. ഈ PR വർക്കും സിസ്റ്റവും ഒക്കെ പണ്ടേ ഉണ്ട്. ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ദൈവം ദൂതനോട് പറഞ്ഞു, നീ പെട്ടെന്ന് തിരിച്ചു പോരല്ലേ, ആ കല്ലേ കയറി ഇരുന്നോണം, അല്ലെങ്കിൽ ഉമ്മാർ തിരിച്ചുരുട്ടി വെക്കും. സ്തോത്രം. ഈ സഹോദരിമാര് കാണുന്നത് കല്ലേ കയറിയിരിക്കുന്ന ദൂതനെ. സ്തോത്രം. എന്ത് PR വർക്ക് നടത്തിയാലും സത്യമായി ലോകം മുഴുവൻ 800 കോടി ജനങ്ങളും ഒരുമിച്ച് ഏറ്റുപറയുവാൻ പോവുകയാണ്. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഈ എല്ലാ മുഴങ്കാലും മടങ്ങും, ഈ എല്ലാ നാവും പറയും യേശു കർത്താവെന്ന്. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ സഭ അവ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചാട്ട് 800 കോടി ജനങ്ങളും അംഗീകരിച്ചു വിളിച്ചു പറയേണ്ടി വരും, യേശു മാത്രം കർത്താവെന്ന്. ഹല്ലേലൂയ. വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോ ഉയർപ്പിൻ ദിവസം ഈ സഹോദരിമാര് കേട്ട ശബ്ദം ഏതാ? ആദ്യം, ഭയപ്പെടണ്ട, നിങ്ങളാരും പേടിക്കണ്ട. സ്തോത്രം. എന്നിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ചെയ്ത പല കാര്യങ്ങൾ. ഒന്ന്, സ്വന്തം വീട്ടിലേക്ക് പോയ 2 പേരുടെ പുറകെ കൂടി. 2 അച്ചായന്മാർ എങ്ങോട്ട് പോവാ? അവരുടെ വീട്ടിലേക്ക് പോവാ, നാട്ടിലേക്ക് പോവാ. ഈ ബിസിനസ് ഒക്കെ നിർത്തി, 3.5 വർഷത്തെ ബിസിനസ് നിർത്തി അവര് പോവുക. എന്നാ പോയവരങ്ങ് പോകട്ടെ എന്നായിരുന്നു ഞാനാണ് ചിന്തിക്കുന്നത്. ഇവന്മാർ 2 പേര് പോയി പരിക്കാൻ സംഭവിക്കാനാ, വേറെ ഒത്തിരി കിടപ്പില്ല ഇവിടെ. പക്ഷെ യേശുവിനെ നോക്കി, ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ മനോഭാവം നിങ്ങൾ ചിന്തിച്ചേ. 2 പേരുടെയും പുറകെ പോവാ. അപ്പൊ ഒരാളും യേശുവിന് ഇമ്പോർട്ടന്റ് ആണെന്ന്, ഒരൊറ്റ വ്യക്തിയും യേശുവിന് വളരെ പ്രാധാന്യമുണ്ട്. പോകുന്നവൻ പോകട്ടെ, നോ. പോയവരെ മുഴുവൻ തിരിച്ചു കൊണ്ടുവരുന്ന ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ ശുശ്രൂഷ ഈ ദൈവസഭയോട് ആത്മാവിൽ വിളിച്ചു പറയുന്നു. ഈ കൂട്ടായ്മ വിട്ടുപോയ കുടുംബങ്ങൾ തിരിച്ചു വരുന്ന മണിക്കൂറുകൾ, ദിവസങ്ങൾ 2024 മുന്നിലുണ്ട്. വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പോയവർ പോകട്ടെ, നോ. പോയവരെ തിരിച്ചു കൊണ്ടുവരണം. ഘർ വാപ്പസി ഒന്ന് പറഞ്ഞേ, ഘർ വാപ്പസി. സ്തോത്രം. തിരുവനന്തപുരം പട്ടണത്തിലെ ദൈവത്തിന്റെ കുടുംബമായി ഇത് വളരണം. സ്തോത്രം. ഈ നമ്മുടെ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നിങ്ങൾ നോക്കിക്കേ. ഈ സഹോദരിമാരും പോയി പറഞ്ഞു, പിന്നെ പത്രോസും വന്ന് കണ്ടിട്ട് പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കേട്ടോ. പക്ഷെ ഒരച്ചായൻ പറഞ്ഞു, വേറെ നിങ്ങൾ വരെ പണി നോക്ക് സഹോദരന്മാരെ. എൻ്റെ ഭാഷയെ ഞാൻ വേഗത്തിൽ നിർത്താം, എൻ്റെ ഭാഷയെ പറയാം. അങ്ങ് പള്ളി പോയി പറഞ്ഞേക്കൊരു ചൊല്ലില്ലേ കേരളത്തിൽ? തിരുവനന്തപുരത്തുണ്ടോ? ഞങ്ങളുടെ തിരുവല്ലയിലുണ്ട്, ട്രിവാൻഡ്രത്തില്ലേ? പള്ളി പോയി ഇപ്പൊ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടാത്തത് ഭർത്താവ് പറഞ്ഞ അച്ചായ അങ്ങ് പോയി പള്ളി പറഞ്ഞത് എൻ്റെ അടുത്ത് വേണ്ട. അതിൽ ഭർത്താവിന് ഇഷ്ടപ്പെടാത്ത ഭാര്യ പറഞ്ഞാലും ഭർത്താവ് പറയും, എടി കൊച്ചേ അങ്ങ് പോയി പള്ളിയിൽ. മാതാപിതാക്കൾ മക്കളോടും, മക്കൾ മാതാപിതാക്കളോടും, കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തന്നെയാ. അപ്പൊ ഞാൻ നാളുകൾക്ക് മുമ്പ് ഇതെങ്ങനെ ഈ ചൊല്ലുണ്ടായേ, അപ്പൊ എനിക്ക് പിടികിട്ടി. ഏത് വർത്തമാനവും അടികൊള്ളാതെ പറയാൻ പറ്റിയ സ്ഥലം ഏതാ? ഭാഷ കടിക്കാൻ പറ്റുമോ? അപ്പം വീട്ടിൽ പറഞ്ഞ അടികൊള്ളും, നാട്ടിൽ പറഞ്ഞ നാട്ടുകാരടിക്കും, കൂട്ടുകാരടിക്കും, ചത്തക്കാരടിക്കും. പക്ഷെ അടി കിട്ടാതെ ഏത് തോന്നുന്ന വർത്തമാനവും പറയാൻ പറ്റിയ സ്ഥലം ഏതാ? ട്രിവാൻഡ്രത്തെ കാര്യമല്ല ഞാൻ പറയുന്നത് കേട്ടോ.
മനസ്സിലാവുന്നില്ലേ? സ്തോത്രം, സ്തോത്രം. അപ്പം ഈ തോമസ് എന്ന് പറയുന്ന കർത്താവിന്റെ ശിഷ്യൻ ഇവരോടൊക്കെ പറഞ്ഞു കാണും, ഇതങ്ങ് പോയി പള്ളി. ഇപ്പൊ എൻ്റെ അടുത്ത് നിങ്ങളുടെ ഈ പരിപാടി എൻ്റെ അടുത്തൊന്നും, ഇദ്ദേഹമാണ് എവിടെ വന്നേ സുവിശേഷമായിട്ട്? കേരളത്തിൽ. അപ്പൊ ഇദ്ദേഹത്തിന്റെ കാറ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇല്ലേ? ഒരു സേർട്ടൻ എക്സ്റ്റന്റ് വരെ ഉണ്ട്. അപ്പൊ ഞാൻ ചിന്തിക്കുക, ഇവന്റെ പുറകെ യേശു കൂടി. അപ്പൊ പുള്ളിയുടെ ഡിമാൻഡ് എന്താ? യേശു വന്നിട്ട് മുറിവുകളേറ്റ കരം കാണിച്ച് എന്റെ വിരൽ കൊണ്ട് അതിൻ്റെ അകത്ത് ഒഴിക്കണം. ഇതിന്റെ ആവശ്യം യേശുനുണ്ടോ? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. 514 ആൾക്കാർക്ക് 40 ദിവസം പ്രത്യക്ഷനായി. കല്ലറ തുറന്നു കിടക്കുന്നു. ഇതിൽ കൂടുതൽ തെളിവെല്ലാം വേണോ? എന്നിട്ടും ഈ തോമസിനെ വിശ്വസിപ്പിക്കുവാൻ എന്റെ യേശുവിന്റെ ഹൃദയമാണ് ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ യേശുവിന്റെ മനസ്സാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് കണക്ട് ചെയ്തുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പിയർ 2:5 പറയുന്നു, യേശുവിന്റെ മനസ്സ് നിങ്ങൾക്കുണ്ടാകണമെന്ന്. മറ്റുള്ളവരുടെ ബന്ധത്തിൽ ക്രിസ്തു എങ്ങനെ മറ്റുള്ളവരെ കണ്ടോ നമ്മളും അതുപോലെ കാണണം. ഉയർപ്പിൻ ദിവസം യേശു ദൈവസഭയോട് പറയുന്നു, യേശുവിന്റെ ഹൃദയം നമുക്കും വേണം. എന്തിനാ നോക്കിയേ? യേശുവിന് വേണേ പറയാം, തോമസേ ഞാൻ ഉയർത്തെഴുന്നേറ്റു, ഇത്രയും സാക്ഷികളുണ്ട്, നിനക്ക് വേണേ വിശ്വസിക്കേ എന്ന് പറയാൻ പറ്റില്ലായിരുന്നു. പക്ഷെ യേശു എന്താ ചെയ്തേ? ആ തോമസിന്റെയും സംശയം മാറ്റാൻ ഒന്ന് വന്നില്ലേ? ഈ നല്ല യേശു, ഈ യേശുവിനൊപ്പം പറയാൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇതുപോലെ ഗുരു വേറെ ആരും ലോകം കണ്ടിട്ടുണ്ടോ? ഇത്ര നല്ല ഒരു യേശു ഞാനും നിങ്ങളൊക്കെ എത്ര വട്ടം തെന്നി മാറിപ്പോയിട്ടും നമ്മുടെ പുറകെ കൂടിയില്ലേ യേശു? ഈ യേശുവിനെ മറക്കാൻ പറ്റുമോ? ഈ യേശുവിനെ മറക്കാൻ പറ്റുമോ? എങ്ങനെ മറക്കാൻ പറ്റും? ഈ യേശുവിനുള്ളതായ അറ്റാച്ച്മെന്റ് വർദ്ധിക്കട്ടെ ഉയർപ്പിൻ ദിവസം. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ റോമർ 8 അവസാനം പൗലോസ് പറയുന്നു, ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ സെപ്പറേറ്റ് ചെയ്യാൻ ഇതിനൊന്നിനും പറ്റില്ല. ഇത്ര നല്ല യേശു, ഇത്ര നല്ല യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ഈ യേശു ഉയർത്തെഴുന്നേറ്റ് കുറെ വാഗ്ദത്തങ്ങളൊക്കെ തന്നിട്ട് സ്വർഗത്തിലേക്ക് പോയി. അതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞു, കൃത്യമായിട്ട് കേട്ട് കഴിഞ്ഞു. സ്വർഗത്തിൽ പോയി എന്ത് ചെയ്യുക യേശു? ഉയർത്തെഴുന്നേറ്റ് യേശു എന്ത് ചെയ്യുക? പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുക, പക്ഷവാദം ചെയ്യുക. ഈ പക്ഷവാദം എന്ന വാക്കിന്റെ അർത്ഥം പക്ഷം പിടിച്ചു വാദിക്കുക. നമ്മുടെയൊക്കെ പരാതി, എന്റെ പക്ഷം പിടിക്കാൻ ഒരുത്തന് ഈ ഭൂമിയിൽ പല ഭാര്യമാരുടെയും പറച്ചില്, ഈ വീട്ടിൽ ഭർത്താവും മക്കളും ഒരു സൈഡായി, എന്റെ പക്ഷം പറയാൻ ഒരുത്തനും. ഭർത്താക്കന്മാരും അതുപോലെ പറയും, ഇവളും പിള്ളേരും ഒരു സൈഡ്, എന്റെ പക്ഷം പറയാൻ ഒരുത്തനും. ഹലോ ഹലോ ഹലോ. പക്ഷം പിടിക്കാൻ, നിന്റെ പക്ഷം പിടിക്കാൻ ഒരുത്തനും ഭൂമിയിലില്ലെങ്കിലും നിന്റെ പക്ഷം പിടിച്ച്, നീ നല്ലവനായത് കൊണ്ടൊന്നും അല്ല കേട്ടോ, നീ വിശുദ്ധനായത് കൊണ്ടൊന്നും അല്ല, നീ എല്ലാം കറക്റ്റ് ആയതുകൊണ്ടും അല്ല. നോ, നീ നല്ലവനല്ലെന്നും നല്ലവളല്ലെന്നും യേശുവിനറിയാം. പക്ഷെ യേശു ആയതുകൊണ്ട്, രക്ഷകനായതുകൊണ്ട്, ദൈവത്തിന്റെ പുത്രനായതുകൊണ്ട് യേശുവിനറിയാം, ഞാനും കൂടെ തള്ളിക്കളഞ്ഞാൽ ഇവളെ ചേർത്ത് പിടിക്കാൻ ഒരുത്തനും ഭൂമിയിൽ കാണത്തില്ലെന്നറിയാം. അത് മനസ്സിലാക്കിയ യേശു നമ്മെ ചേർത്ത് പിടിക്കുക. സന്തോഷമുണ്ടെങ്കിൽ മൗനമായിരിക്കരുത്, സന്തോഷമുണ്ടെങ്കിൽ ശാന്തമായിരിക്കരുത്. എന്റെയും നിങ്ങളുടെ പക്ഷം പിടിച്ച് എനിക്ക് വേണ്ടി വാദിക്കുന്ന യേശു. പ്രഗത്ഭരായ അഡ്വക്കേറ്റ്സ് നമ്മുടെ ഈ ചർച്ചിലുണ്ട്, പലരും ഉണ്ട്, സീനിയർ അഡ്വക്കേറ്റ്സ്. അവരൊക്കെ അവരുടെ കക്ഷിയുടെ പക്ഷം പിടിച്ച്
വാദിക്കും. ഈ നാട്ടിൽ ചൊല്ലുണ്ട്, ഡോക്ടറിനോടും വക്കീലിനോടും എന്ത് പറയരുത്? കള്ളം പറയരുത്. കാരണം അവർ പക്ഷം പിടിക്കാൻ വന്നിരിക്കുക. കള്ളം പറഞ്ഞാൽ മുഴുവൻ പോവും. അപ്പൊ അവരോട് എന്ത് പറയരുത്? കള്ളം പറയരുത്. ഇപ്പൊ നല്ല നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരു വക്കീല് പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുക. ഇത്ര സന്തോഷമുള്ളോ? ഇന്ന് എല്ലാ സങ്കടവും മാറണം, എല്ലാ പരാതികളും മാറട്ടെ. എൻ്റെ പക്ഷത്ത് നിൽക്കാൻ, എൻ്റെ പക്ഷം ഒന്ന് പിടിക്കാൻ യേശു ഉണ്ട്. ഈ ലോകത്തിൽ ആരും ഇല്ലെങ്കിലും, എൻ്റെ പക്ഷം പിടിക്കാൻ ഒരുത്തനും ഇല്ലെങ്കിലും യേശു എനിക്ക് വേണ്ടിയുണ്ട്. പക്ഷം പിടിച്ച് വാദിക്കുന്ന യേശു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചേ. അപ്പാ ഐ ലവ് യു, അപ്പാ ഐ ലവ് യു, അപ്പാ ഐ ലവ് യു. എന്നെ ഇത്രമാത്രം സ്നേഹിക്കുവാൻ എന്നിൽ എന്ത് യോഗ്യതയുള്ളൂ അപ്പാ. ഐ ലവ് യു ലോർഡ്. ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു അപ്പാ. ഞാൻ ഇത്രയും മോശമായിട്ടും നീ എന്നെ തള്ളിക്കളഞ്ഞില്ലല്ലോ. എന്റെ അടുക്കലോടി വന്ന് എന്നെ ചേർത്ത് പിടിച്ച് ഹഗ് ചെയ്യുന്ന യേശുവേ. ആത്മാർത്ഥമായി ഹൃദയാന്തർഭാഗത്ത് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നുവെങ്കിൽ അവന് റെസ്പോണ്ട് ചെയ്തിരിക്കണം. ദൈവസന്നിധിന്റെ വാക്കുകൾ നിർത്താൻ പോവുക. ഇൻ ജീസസ് നെയിം. അപ്പൊ ഇങ്ങനെ ഇത്രയും നല്ല ഒരു യേശു, ഇത്രയും നല്ല ഒരു യേശു, ഏത് മതസ്ഥനോ ഏത് ജാതിയിൽപ്പെട്ട ആളുമാകട്ടെ, ഇങ്ങനെ ഒരു യേശു സകലർക്കും വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ഈ യേശു വേഗത്തിൽ കടന്നു വരാൻ പോകുന്നു. ഹല്ലേലൂയ. ഇത്ര നല്ല ക്ലാരിറ്റിയുള്ള ക്വാളിറ്റിയുള്ള ഒരു ബെറ്റർ മെസ്സേജ് സഭ നൽകുന്നത് കൊടുക്കുവാൻ വേറെ ആർക്കും പറ്റും? അതുകൊണ്ട് സഭ മിണ്ടാതിരിക്കരുത്. Get ready and get others ready. ഒരുങ്ങുക, അനേകരെ ഒരുക്കുക. ദൈവസഭ തയ്യാറാകട്ടെ, ദൈവസഭ തയ്യാറാകട്ടെ. നമ്മുടെ യേശു വേഗം കടന്നു വരുന്നു. ഹല്ലേലൂയ. ഈ യേശുവിനെ നമുക്കെല്ലാവർക്കും കൊടുക്കണ്ടേ? ഈ യേശുവിനെ കുറിച്ച് നമുക്ക് എല്ലാവരോടും പറയണ്ടേ? നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ ഭാരതത്തിൽ സുവിശേഷയുടെ എങ്ങും എത്തിയിട്ടില്ല കേട്ടോ. നിങ്ങൾക്കെല്ലാം അറിയാം. നമ്മളെല്ലാം പെർസിക്യൂഷനെ പറ്റി ഇങ്ങനെ ചർച്ചകൾ ചെയ്യുക. ബീങ് എ നോർത്ത് ഇന്ത്യൻ മിഷണറി, ഐ വുഡ് ലൈക്ക് ടു ടെൽ ടു ചർച്ച്, പെർസിക്യൂഷനെ പറ്റിയുള്ള ഡിസ്കഷൻ നിർത്ത്. പെർസിക്യൂഷൻസിന്റെ ഇടയ്ക്കുള്ള പോസിബിലിറ്റീസിനെ പറ്റി ചിന്തിച്ചു തുടങ്ങ്. ഇന്ത്യയിൽ ദൈവസഭകൾ വളരുക കേട്ടോ. നിങ്ങളുടെ പാസ്റ്ററോടും മറ്റു ചർച്ച ലീഡേഴ്സോട് ചോദിക്കണം, ഇന്ത്യയിൽ ദൈവസഭകൾ വളരുക, വരളുകയല്ല. കാരണം യേശു പറഞ്ഞു, എൻ്റെ സഭയെ ഞാൻ പണിയും. സഭ യേശുവിൻ്റെതാ. എൻ്റെ സഭയെ ഞാൻ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല, അതിനെ ജയിക്കത്തില്ലെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണത്തെ ജയിച്ച ജയവീരനായ യേശുവിന്റെ ആ പുനരുത്ഥാനത്തിന്റെ ശക്തിയും ജീവനും മരിച്ചുപോയ ജീവൻ നഷ്ടപ്പെട്ടവരിലേക്ക്, ജീവൻ നഷ്ടപ്പെട്ട വ്യക്തികളിലേക്ക് ഇറങ്ങി വരട്ടെ. ഒത്തിരി ചർച്ച് മരിച്ചു കഴിഞ്ഞു. ഈ 2024 പുനരുത്ഥാന ദിവസം മരിച്ച ചർച്ചുകളിലേക്ക് പുനരുത്ഥാനത്തിന്റെ ശക്തി ഇറങ്ങി വരട്ടെ. എന്റെയും നിങ്ങളുടെ ജീവൻ നഷ്ട ശരീരത്തിലെ സെല്ലുകളിലേക്ക് ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി ഇന്ന് പകലിൽ ഇറങ്ങി വരട്ടെ. ഓ, നിങ്ങൾ ആരംഭിച്ച പലതും ഡെഡായി പോയെങ്കിൽ യേശുവിന്റെ നാമത്തിൽ വിളിച്ചു പറയുന്നു, ഈ ഉയർപ്പിൻ ദിവസം ഡെഡായി പോയ പല ഇൻവെസ്റ്റ്മെന്റുകളിലേക്ക് പുനരുത്ഥാനത്തിന്റെ ശക്തി ഇറങ്ങി വരികയാ. ഒരു പുനർജീവനം കാണാൻ ആത്മാവിൽ, ഒരു പുനർജീവനം കാണാൻ ആത്മാവിൽ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്ക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു വരാറായി.
നമ്മുടെ യേശുവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം ഭാരതം സുവിശേഷീകരിക്കപ്പെടണം. എന്താണ് നിങ്ങളുടെ പങ്ക്? ഒത്തിരി അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയില്ലേ? ഒത്തിരി അവസരങ്ങൾ നഷ്ടപ്പെടുത്തി. പ്ലീസ്, ഇനി നമുക്ക് അവസരങ്ങളില്ല കേട്ടോ. ഓൾമോസ്റ്റ് വി ആർ ഇൻ ദ എൻഡ്. ചെയ്യേണ്ടത് വേഗത്തിൽ ചെയ്യണം, വേഗത്തിൽ ചെയ്യാം. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.